ഇത് നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ 4ാം ക്ലാസ്സിലേക്ക് തയ്യാർ ചെയ്ത അഖ്ലാഖാണ്. ഈ അഖ്ലാഖിലെ 2ാമത്തെ പാഠം ആദാബുസ്സലാം എന്ന പാഠം എടുത്ത് അദ്ദേഹം ഇവിടെ വല്ലാതെ പരിഹസിച്ചിട്ടുണ്ട്. ഇല്ല, വല്ലാതെ പരാമർശിക്കലാണ്, നമ്മൾ പരിഹസിക്കലല്ല. എന്താ അദ്ദേഹം പരിഹസിച്ചതെന്ന് നിങ്ങള് പഴയ കാലത്ത് പാഠപുസ്തകത്തിൽ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിക്കാരോട് സലാം പറയരുത് എന്നുണ്ടായിനത്. അങ്ങനെയാ ഉണ്ടായിനെ. ഇപ്പൊ അത് കാണാനില്ലാന്നാ ഞങ്ങള് പറയണേ. നിങ്ങൾ എടുത്തു മാറ്റിയില്ലേ? അത് നിങ്ങൾ എടുത്തു മാറ്റിക്കണം. ഇത് കേൾക്കുമ്പോ വിചാരിച്ചിമ്മ എടുത്തു മാറ്റിയില്ലേ? അങ്ങനെ തന്നെ വിചാരിച്ചേണ്ടത്. അതിനല്ലപ്പോ ഞങ്ങൾ ഈ പറയണൊക്കെ. അപ്പൊ എന്നാ ഇനി മുജാഹിദിനോടും ജമാഅത്തിനോടും സലാം പറയണം എന്ന് ഇക്കാരം പുതിയ എന്നാണ് കേട്ടവർക്ക് തോന്നുക. അല്ലല്ല, അങ്ങനെ തോന്നൂല. അതില്ലാന്നേ തോന്നിയിട്ടുള്ളൂ. സലാം പറയാമെന്ന് നിങ്ങൾ ബുക്കിൽ എഴുതിയിട്ടില്ല. കാരണം ബുക്ക് പഠിപ്പിക്കണമെങ്കിൽ സുന്യാളെ പുടിയേരി വേണ്ടേ. ബുക്കിൽ അതുണ്ടാകുന്ന മൂല്യന്മാർക്ക് ചെലവിട്ടൂല. അതുകൊണ്ട് നിങ്ങൾ എഴുതിയിട്ടില്ല. 26 സംസാരിച്ചു. പഴയ കാലത്തെ ബുക്കിൽ മുജാഹിദ് ജമാഅത്തുകളോട് സലാം പറയരുത് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കാണാനില്ല. നിങ്ങളത് എടുത്തു മാറ്റിയില്ലേ? അപ്പൊ കേൾക്കണവര് വിചാരിച്ചു അതൊക്കെ എടുത്തു മാറ്റിപ്പോ ഓരോടൊക്കെ കോംപ്രമൈസ് ആകാവുന്ന ഇക്കാര്യത്തിലുണ്ടാകുക. എടുത്തു മാറ്റിക്കണെന്നാ കേൾക്കണവര് മനസ്സിലാക്കണ്ടേ. പിന്നെ നിങ്ങൾ കോംപ്രമൈസ് ആയിക്കണെന്നാ നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടത്. ആ സാധു പുതിയ ബുക്കിലുള്ളത് വായിച്ചില്ല. വായിച്ചിട്ട് കാര്യല്ല, നമ്മൾ ആയുസ് വെറുതെ പോവുകയാണ്. ഞാൻ ഈ പറഞ്ഞതിന് മറുപടി ആ ബുക്കിലില്ല. കാട്ടുകള്ളന്റെ പണിയെടുത്തു അയാൾ ഇവിടെ. അല്ല, സത്യസന്ധന്റെ പണിയെടുത്തു. കാരണം ഞങ്ങൾ സുൽത്താനുൽ ഉലമയുടെ ശിഷ്യന്മാരാണ്. എന്താ പുസ്തകത്തിലുള്ളത്? മുജാഹിദ് ജമാഅത്ത് എന്നില്ല. അതന്നെയാണ് ആ ബുക്കിലെ കഥ. ദർസ് 2 ആദാബുസ്സലാം. മുസ്ലിങ്ങൾ തമ്മിൽ കാണുമ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് സലാം പറയലാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ നിലവിലുള്ള അഭിവാദനമാണ് സലാം പറയൽ. പരസ്പര സ്നേഹമുള്ള ഉണ്ടാകുന്നതാണ് സലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇനി കേട്ടോളി. സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവുമാകുന്നു. മുബ്തദിഅ, ഫാസിഖ് ഇവർക്ക് സലാം പറയരുത്. എവിടെ മുജാഹിദ് ജമാഅത്ത്? മുബ്തദിഇനും ഫാസിഖിനും സലാം പറയരുത് എന്ന് പുസ്തകത്തിലുണ്ട്. മുജാഹിദ് ജമാഅത്തിന് സലാം പറയാൻ പാടില്ല എന്ന് ബുക്കിലില്ല. ഇതാ നമ്മളെ മറുപടി ചോദ്യം. അയാളുടെ പ്രസംഗത്തിന്റെ ധ്വനി കേട്ടാൽ ഓരോ ഞമ്മളും ഒന്നിച്ചുള്ള സമയത്ത് ഇറക്കിയ ബുക്കില് മുജാഹിദിനോടും ജമാഅത്തിനോടും സലാം പറയരുതെന്നുണ്ടായിരുന്നു. ഇനി ഇപ്പൊ ഇല്ല. അതൊക്കെ എടുത്തു മാറ്റിയേ. സാധു അന്ന് മുജാഹിദ് ജമാഅത്ത് എന്നാ പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് മുബ്തദിഅ എന്ന് പറയേണ്ടിടത്തേക്ക് ബിദ്അത്തിന്റെ കക്ഷികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. പരമസാധു, അന്ന് മുജാഹിദും ജമാഅത്തും മാത്രം ഉണ്ടായിയത് എന്നുള്ളത് നിങ്ങളെ പമ്പര വിഡിത്തമാണ്. അന്ന് വെറും 2 ബിദ്അത്തൊന്നും അല്ലുള്ളത്. ഇത് കേരളത്തിലെ ആദ്യണ്ടായ ബിദ്അത്തൊന്ന് കള്ളത്തൊരീക്കത്താണ്. മനസ്സിലായോ? വഹാബിയാള് വരുന്നതിന്റെ മുമ്പ് ഇവിടെ കൊണ്ടോട്ടി ത്വരീഖത്തുണ്ട്. പിഴച്ച ആശയക്കാരായിട്ട് ഇപ്പൊ തന്നെ 3 എണ്ണിയ ബെരലുകൾ തീർന്നാലും എണ്ണം തീരൂല. വിവരമുള്ള ആലിമീങ്ങളാണ്. ഒന്ന് പഠിപ്പിക്കണത് വിവരമുള്ള ആലിമീങ്ങളാ. അതന്നെയാ പ്രശ്നോ. പഠിക്കണത് വിവരമില്ലാത്ത കുട്ടികളാണ്. അതുകൊണ്ട് വിവരമില്ലാത്ത കുട്ടികൾക്ക് മുബ്തദി എന്ന് പറഞ്ഞാ പോരാ. അതുകൊണ്ടാ ശംസുൽ ഉലമ തേങ്ങ എന്നുള്ളത് ഉരുട്ടിയാണ് കാട്ടിക്കൊടുത്തത് മുജാഹിദ് ജമാഅത്ത്. ഇതിന്റെ കക്ഷികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇത് പഠിപ്പിക്കുന്നത് വിവരമുള്ള ആലിമീങ്ങളാണ്. പഠിക്കണത് വിവരമില്ലാത്ത കുട്ടികളാണ്. അപ്പൊ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും, മക്കളെ മുബ്തദിഈനോട് സലാം പറയരുത് എന്ന് പറഞ്ഞാൽ അതിൽ മുജാഹിദ് പെടും, ജമാഅത്തെ ഇസ്ലാമി പെടും, ഖാദിയാനി പെടും, മൗദൂദിക്കാരൻ പെടും, ചേകന്നൂരുകാരൻ പെടും. അപ്പൊ മുബ്തദിഈ എന്ന് പറഞ്ഞാൽ വെറും മുജാഹിദ് ജമാഅത്ത് എഴുതിയാലോ ഓരോട് മാത്രം സലാം പറയരുത് എന്നാണ്. അല്ലേ, അഖ്ലാഖിലെ പാഠപുസ്തകം അങ്ങനെ പോയത്തുള്ളതല്ല. നിങ്ങൾ ഈ പറഞ്ഞ ആശയൊക്കെ ഉള്ള ജാമ്യവും മാനുയായ ഇബാറത്താണ്. അന്ന് അഖ്ലാഖുള്ളത് കേട്ടോ. എന്താണ് അഖ്ലാഖിലുള്ളത്? മുജാഹിദ് ജമാഅത്ത് എന്നീ 2 കക്ഷികൾക്ക് സലാം പറയരുത് എന്നല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ നിങ്ങളെ വിശദീകരണം കൊള്ളാം. അങ്ങനെയല്ല ഉള്ളത്. പിന്നെയോ, എന്നാൽ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി മുതലായ ഏതാ മക്കളെ മുതലായത്? അത് ഖാദിയാനിയാൻ. ഏതാ മക്കളെ മുതലായത്? ചേകന്നൂരാൻ. ഏതാ മക്കളെ മുതലായത്? കള്ളത്തൊരീക്കത്താൻ. ഏതാ മക്കളെ മുതലായത്? ചേളാരികളാണ് എന്ന്
എന്ന് പറയുന്നിടത്തേക്ക് അല്ല നമ്മളെ എത്തിക്കാതിരിക്കട്ടെ. ഏത് വന്നാലും എണ്ണാൻ പറ്റിയ കോലത്ത് തന്നെ അന്നത്തെ ഇബാറത്തുള്ളത്. തീർന്നില്ല. ഇന്ന് നിങ്ങൾ കൊടുത്ത മുബ്തദി എന്ന അറബില്ലേ, ആ അറബി ശംസുലുലമക്ക് അറിയാത്തത് കൊണ്ടല്ല. അന്ന് അതിന്റെ പച്ചമലയാളം ശംസുലുലമ കൊടുത്തത് എന്താ? പുത്തൻവാദികൾ. നിങ്ങളെ ബുക്കിൽ ഇന്ന് പറഞ്ഞ ആശയവും അതിലുണ്ട്. അതിന്റെ പുറമെ ആ ആശയത്തെ വ്യക്തമാക്കുന്ന മലയാളം അതിലുണ്ട്. അതിന്റെ പുറമെ ഒന്നുകൂടി കൃത്യമായി സാർവത്രികമായി കാണുന്ന രണ്ട് പുത്തൻവാദികളുടെ നാമവും അതിലുണ്ട്. ഒരു നിലക്കും തിരിച്ചറിയാതെ പോകാൻ നിങ്ങൾ പിന്നെ എത്തിനാ മൂലരെ പോലിപ്പത് മാറ്റേണ്ട ആവശ്യമോ? അത് വലിയ ആവശ്യം തന്നെയാണ്. പള്ളിക്കൽ ബസാറിലെ വഹാബിയാക്ക് വോട്ട് കൊടുത്തുകാണ്ട് കമ്മിറ്റി കൊണ്ടെന്നാലേ എന്തുവാണോ മുന്നണി ആവുമ്പോ പ്രസിഡന്റ് തോന കക്ഷിയുള്ളവർക്കാവുമ്പോ വൈസ് പ്രസിഡന്റേലും അപ്പുറം കൊടുക്കണ്ടേ? അങ്ങനെ AP സുന്നികളെ പിണ്ടം വെക്കാൻ ജനറൽ ബോഡിയിൽ മുജാഹിദ് ജമാഅത്തിനെ കൂടി ഒന്നിച്ചിരുന്ന് മൂത്രൊഴിച്ച ഒരുപാട് മഹല്ലുണ്ട് കേരളത്തിൽ. അങ്ങനെ വരുമ്പോ പല മഹല്ലത്തിലും സെക്രട്ടറിമാര് മുജാഹിദായിട്ടുണ്ട്. എനിക്കറിയാം, എന്റെ നാട്ടിൽ വയസ്കക്കാരുടെ പള്ളിയുടെ സെക്രട്ടറി